ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു 100K സ്പെഷ്യൽ ഓഫർ. മുൻ വർഷങ്ങളിലെ തിളക്കമാർന്ന വിജയം ഉൾപ്പെടെ ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC നടത്തുന്ന ഈ കോഴ്സുകൾ നയിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീമാണ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ടോടെ വെറും 3600 രൂപയ്ക്ക്. ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പമ്പ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് പമ്പ് എന്ന് വെച്ചാൽ, ലോവർ പ്രഷർ റീജിയനിൽ നിന്ന് ഹയർ പ്രഷർ റീജിയനിലേക്ക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് എന്ത്, പമ്പ്. ലോവർ പ്രഷർ റീജിയനിൽ നിന്ന് ഹയർ പ്രഷർ റീജിയനിലേക്ക് ഫ്ലൂയിഡ്സിനെ, അതായത് ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും സ്ലറീസിനെയും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് എന്ത്, പമ്പ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പമ്പ്സ്. പമ്പിനെ നമുക്ക് മെയിനായിട്ടും ഡൈനാമിക് പമ്പെന്നും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ഡൈനാമിക് പമ്പിനെ തന്നെ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പെന്നും ആക്സിയൽ പമ്പെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെൻട്രിഫ്യൂഗൽ പമ്പിൽ തന്നെ ഫ്ലോവിനനുസരിച്ചിട്ട് റേഡിയൽ ഫ്ലോ പമ്പെന്നും മിക്സഡ് ഫ്ലോ പമ്പെന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഈ മിക്സഡ് ഫ്ലോവിനെ തന്നെ നമ്മൾ വെർട്ടിക്കൽ പമ്പ്, ഹൊറിസോണ്ടൽ പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിനെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, അതുപോലെ റോട്ടറി പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ വരുന്നതാണ് പിസ്റ്റൺ പമ്പ്, ഡയഫ്രം പമ്പ്. ഈ റോട്ടറി പമ്പിൽ വരുന്നതാണ് ഗിയർ പമ്പ്, ലോബ് പമ്പ്, സ്ക്രൂ പമ്പ് തുടങ്ങിയവ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ടൈപ്പ് പമ്പുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയിട്ടാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അതായത് ഒരു സർട്ടൺ മാസ് ഓഫ് ഫ്ലൂയിഡിനെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് പമ്പിൻ്റെ ഇമ്പല്ലർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, സെൻട്രൽ പാർട്ടിൽ നിന്ന് ഔട്ടർ പെരിഫറിയിലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇത് കാരണം ഉണ്ടാകുന്ന ഹെഡ് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫ്ലൂയിഡ് ഹയർ ലെവലിലേക്ക് റൈസ് ചെയ്യുന്നത്. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഫണ്ടമെന്റൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഓരോ പാർട്ടുമാണ് ഇനി നമ്മൾ പറയുന്നത്. ആദ്യത്തേത് ഇമ്പല്ലർ. ഇമ്പല്ലർ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഡിസ്ക് ആണ്. സെൻട്രലിലുള്ള സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിങ്ങിനുള്ളിലുള്ള ഒരു സർക്കുലർ ഡിസ്ക് ആണ് എന്ത്, ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഈ ഇമ്പല്ലറിൽ ബ്ലേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കാണിച്ചിരിക്കുന്നതാണ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്ന ബ്ലേഡുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർക്കുലർ ഡിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഇമ്പല്ലറാണ് എന്ത്, റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഈ ഇമ്പല്ലർ ഒരു ഷാഫ്റ്റ് ത്രൂ പ്രൈം മൂവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രൈം മൂവർ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പല്ലറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇമ്പല്ലർ കേസിങ്ങിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഇമ്പല്ലറിൻ്റെ സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ ഐ ഓഫ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഇമ്പല്ലറിൻ്റെ സെൻട്രൽ പാർട്ടിനെയാണ് ഐ ഓഫ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിൽ സക്ഷൻ പൈപ്പ് അല്ലെങ്കിൽ സക്ഷൻ വരുന്നത് ഈ ഐ ഓഫ് ഇമ്പല്ലർ ത്രൂ ആണ്. ഐ ഓഫ് ഇമ്പല്ലറിലൂടെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് സക്ഷൻ വരുന്നത്. സമ്പിൽ നിന്നുള്ള സക്ഷൻ ഐ ഓഫ് ഇമ്പല്ലറിലൂടെയാണ് ഇമ്പല്ലറിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇനി സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് കേസിംഗ്. കേസിംഗ് എന്ന് പറയുന്നത് ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു എയർ ടൈറ്റ് ചേമ്പറാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിന് ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എയർ ടൈറ്റ് ചേമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേസിംഗ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, കേസിംഗ്. കേസിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ചിട്ട് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. കേസിങ്ങിൻ്റെ ഏരിയ ഗ്രാജ്വലി ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഡെലിവറി പൈപ്പിലേക്ക് വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഒരു ഇൻക്രീസിങ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത് വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്രഷർ ഹെഡായിട്ട് അല്ലെങ്കിൽ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കേസിങ്ങിൻ്റെ ഒരെൻഡ് എവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും,
സക്ഷൻ പൈപ്പിൽ ഒരു എൻഡ് സക്ഷൻ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതർ എൻഡ് ഡെലിവറി പൈപ്പുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കേസിങ്ങിൻ്റെ ടോപ്പിൽ ഒരു പ്രൈമിംഗ് ഫണൽ കൊടുത്തിട്ടുണ്ടാവും. സെൻട്രിഫ്യൂഗൽ പമ്പിൽ പ്രൈമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസിങ്ങിൻ്റെ ടോപ്പിൽ ഒരു പ്രൈമിംഗ് ഫണൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് പാർട്ടാണ് സക്ഷൻ പൈപ്പ്. സക്ഷൻ പൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് വെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലോ ലെവലിൽ നിന്ന് ഐ ഓഫ് ഇമ്പല്ലറിലേക്ക് സക്ഷൻ ചെയ്യപ്പെടുന്നത് ഈ സക്ഷൻ പൈപ്പിലൂടെയാണ്. അതിൻ്റെ ഒരെൻഡ് അതായത് ടോപ്പ് എൻഡ് കേസിങ്ങിലും ബോട്ടം എൻഡ് നമ്മുടെ ഫ്ലൂയിഡ് സക്ക് ചെയ്യേണ്ട വെല്ലിലും കണക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഡെലിവറി പൈപ്പ്. ഡെലിവറി പൈപ്പ് എന്ന് പറയുമ്പോൾ പമ്പ് ചെയ്ത ഫ്ലൂയിഡ് നമ്മുടെ ഹയർ ലെവലിലേക്ക് ഡെലിവർ ചെയ്യുന്ന പൈപ്പാണിത് ഡെലിവറി പൈപ്പ്. ഡെലിവറി പൈപ്പിൻ്റെ ബോട്ടം എൻഡ് കേസിങ്ങിലും ടോപ്പ് എൻഡ് നമ്മൾ ഏത് ഹയർ ലെവലിലാണോ പമ്പ് ചെയ്യേണ്ടത് അവിടെയും കണക്റ്റഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മൾ പറഞ്ഞു ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. നമ്മൾ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി അതിൻ്റെ ഡെലിവറി വാൽവ് ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. ഡെലിവറി വാൽവ് എങ്ങനെയായിരിക്കും? ഇനീഷ്യലി ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ അതിൽ പ്രൈമിങ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈമിങ് ചെയ്യുന്നത്? സക്ഷൻ പൈപ്പിലും ഇമ്പല്ലറിലും അതുപോലെ ഡെലിവറി പൈപ്പിൻ്റെ ഡെലിവറി വാൽവ് വരെയുള്ള പാർട്ടിലും എയർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് പ്രൈമിംഗ് വാൽവിലൂടെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമിംഗ് എന്ന് പറയുന്നത്. പ്രൈമിംഗ് ചെയ്യുന്ന എന്തിനാണ്? ഈ ഇമ്പല്ലർ പാർട്ടിലും സക്ഷൻ പൈപ്പിലും ഡെലിവറി വാൽവ് വരെയുള്ള ഡെലിവറി പൈപ്പിൻ്റെ പാർട്ടിലുള്ള എയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൈമിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൈം മൂവർ റൺ ചെയ്തിട്ട് പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈം മൂവർ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൽ പമ്പിൻ്റെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിൻ്റെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് ഇമ്പല്ലറിലെ സെൻട്രലിൽ നിന്ന് ഔട്ടർ പെരിഫറിയിലേക്ക് ഫ്ലൂയിഡ് റേഡിയലി മൂവ് ചെയ്യും. ഇനി ഇങ്ങനെ ഇമ്പല്ലർ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഡെലിവറി വാൽവ് ഗ്രാജ്വലി ഓപ്പൺ ചെയ്യുന്നത്. ഡെലിവറി വാൽവ് ഗ്രാജ്വലി ഓപ്പൺ ചെയ്യുമ്പോൾ ഇമ്പല്ലറിൽ നിന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ ഫ്ലൂയിഡിന് കിട്ടിയ ഹെഡ് കൊണ്ട് എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ഡെലിവറി പൈപ്പിലേക്ക് റേഡിയലി ഫ്ലോ ചെയ്യും. ഇങ്ങനെ ഡെലിവറി പൈപ്പിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഇമ്പല്ലറിൻ്റെ സെൻറ്ററിൽ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. ഈ വാക്വം കാരണം സമ്പിൽ നിന്ന് അല്ലെങ്കിൽ വെല്ലിൽ നിന്ന് എന്ത് ചെയ്യും? ഫ്ലൂയിഡ് കണ്ടിന്യൂസ്ലി ഇമ്പല്ലറിലേക്ക് സക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് വരുന്ന ഫ്ലൂയിഡ് എന്തായിരിക്കും? വളരെ ഹൈ വെലോസിറ്റി ആയിരിക്കും അല്ലെങ്കിൽ വളരെ ഹൈ കൈനറ്റിക് ഹെഡ് ആയിരിക്കും. ഈ കേസിങ്ങിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ കേസിങ്ങിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞു എന്താണ്? ഗ്രാജ്വലി ഇൻക്രീസിങ് ആണ്. ഡെലിവറി വാൽവിലേക്ക് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലേക്ക് വരുന്ന അനുസരിച്ച് ഗ്രാജ്വലി ഇൻക്രീസ് ആണ്. അപ്പോൾ അവിടെ വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്താവും? പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും കേസിങ്ങിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യും. കാരണം എന്താണ്? കേസിങ്ങിൻ്റെ ഏരിയ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി ഹെഡ് എന്താവും? പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഡെലിവറി പൈപ്പിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും. ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിനെ നമുക്ക് ടൈപ്പ് ഓഫ് കേസിങ്ങിനനുസരിച്ചിട്ട് വോല്യൂട്ട് കേസിംഗ് പമ്പ്സ്, വോർട്ടക്സ് കേസിംഗ് പമ്പ്സ്, ഡിഫ്യൂസർ കേസിംഗ് പമ്പ്സ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഇമ്പല്ലറിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് സെമി ക്ലോസ്ഡ് ഇമ്പല്ലർ പമ്പ്, ക്ലോസ്ഡ് ഇമ്പല്ലർ പമ്പ്, ഓപ്പൺ ഇമ്പല്ലർ പമ്പ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ വർക്ക് ചെയ്യുന്ന ഹെഡ് അല്ലെങ്കിൽ ലിഫ്റ്റിനനുസരിച്ചിട്ട് ലോ ഹെഡ് പമ്പ്സ്, മീഡിയം ഹെഡ് പമ്പ്സ്, ഹൈ ഹെഡ് പമ്പ്സ് ഇങ്ങനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ നമ്പർ ഓഫ് ഇമ്പല്ലറിനനുസരിച്ചിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിനെ സിംഗിൾ സ്റ്റേജ് പമ്പ് എന്നും മൾട്ടി സ്റ്റേജ് ഇമ്പല്ലർ പമ്പ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ ഇമ്പല്ലറിനനുസരിച്ചിട്ട് ഇമ്പല്ലറിലൂടെയുള്ള ഫ്ലൂയിഡ് ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ചിട്ട് റേഡിയൽ ഫ്ലോ പമ്പ്സ്, മിക്സർ ഫ്ലോ പമ്പ്സ്, ആക്സിയൽ ഫ്ലോ പമ്പ്സ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ നമ്പർ ഓഫ് എൻട്രൻസിനനുസരിച്ചിട്ട് സിംഗിൾ എൻട്രി പമ്പ്, ഡബിൾ എൻട്രി പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ഷാഫ്റ്റിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഹൊറിസോണ്ടൽ പമ്പ്, വെർട്ടിക്കൽ പമ്പ് ഇങ്ങനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ നമുക്ക് ഇത്രയും ടൈപ്പിൽ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഇനി
ആദ്യം നമ്മൾ പറയുന്നത് കേസിങ്ങിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ പറഞ്ഞു കേസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇമ്പലറിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു എയർ ടൈറ്റ് ചേംബറാണ് എന്ത്? കേസിംഗ്. കേസിംഗ് മെയിനായിട്ട് 3 തരത്തിലാണുള്ളത്: വൊല്യൂട്ട് കേസിംഗ്, വോർട്ടക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിംഗ്, ഡിഫ്യൂസർ കേസിംഗ്. ഇങ്ങനെ 3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് കേസിംഗ് ടൈപ്സ്. കേസിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ വൊല്യൂട്ട് കേസിംഗ്. വൊല്യൂട്ട് കേസിംഗ് ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൈപ്പ് കേസിംഗ്. വൊല്യൂട്ട് കേസിങ്ങിൽ കേസിങ്ങിൻ്റെ ഏരിയ ഗ്രാജ്വലി ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ കേസിംഗ് ഏരിയ ഗ്രാജ്വലി ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഏരിയ യൂണിഫോംലി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ വെലോസിറ്റി ഹെഡ് എന്താവും? പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇങ്ങനെ വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ എഡ്ഡീസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജിയുടെ ലോസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് പമ്പിന്, വൊല്യൂട്ട് കേസിംഗ് പമ്പുകൾക്ക് ലോ ഹെഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? ലോ ഹെഡായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് കേസിംഗ് വോർട്ടക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിംഗ്. ഈ ടൈപ്പ് കേസിങ്ങിൽ ഇമ്പല്ലറിൻ്റെയും വൊല്യൂട്ട് കേസിങ്ങിനെയും ഇൻ ബിറ്റ്വീനായിട്ട് ഒരു സർക്കുലർ ചേംബർ അല്ലെങ്കിൽ ഒരു വോർട്ടക്സ് ചേംബർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നതാണെന്ത്? വോർട്ടക്സ് ചേംബർ. ഇങ്ങനെ ഒരു വോർട്ടക്സ് ചേംബർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇമ്പല്ലറിന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഈ വോർട്ടക്സ് ചേംബറിൽ ഒരു വേളിംഗ് മോഷനാണ് ഉണ്ടാവുക. അവിടെ ഒരു ഫ്രീ വോർട്ടക്സ് ക്രിയേറ്റ് ചെയ്യും. ഈ ഇമ്പല്ലറിന് റേഡിയലി ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന വേളിൻ്റെ വെലോസിറ്റി ഗ്രാജ്വലി ഡിക്രീസ് ചെയ്യും. ഗ്രാജ്വലി ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് പ്രഷർ ഹെഡായിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യപ്പെടും. ഇനി ഇങ്ങനെ ഫൈനലി എന്ത് ചെയ്യും? ഫൈനലി വാട്ടർ വോർട്ടക്സ് ചേംബറിൽ നിന്ന് വൊല്യൂട്ട് കേസിങ്ങിലൂടെ ഡെലിവറി പൈപ്പിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ വോർട്ടക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിങ്ങിൽ എന്തായിരിക്കും? ഇമ്പല്ലറിനും വൊല്യൂട്ട് കേസിങ്ങിനും ഇടയിൽ ഒരു വോർട്ടക്സ് ചേംബർ അല്ലെങ്കിൽ ഒരു സർക്കുലർ ചേംബർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ടൈപ്പ് കേസിങ് ഡിഫ്യൂസർ കേസിങ്. ഡിഫ്യൂസർ കേസിങ്ങിൽ ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ഗൈഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിട്ട് ഗൈഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഗൈഡ് വെയിൻസിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഏരിയ ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമ്പല്ലറിന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഗൈഡ് വെയിനിൽ എൻ്റർ ചെയ്ത് ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഏരിയ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇനി ഈ ഗൈഡ് വെയിനിൻ്റെ ഔട്ട്വേർഡിൽ നിന്ന് കേസിങ്ങിലൂടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഡെലിവറി പൈപ്പിലേക്ക് മൂവ് ചെയ്യും. ഈ കേസിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് റേഡിയൽ ഫ്ലോ ടർബൈൻ റിയാക്ഷൻ ടർബൈനിൻ്റെ കേസിങ്ങുമായിട്ട് റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് ഇതിന് നമ്മൾ ടർബൈൻ പമ്പ് എന്ന് കൂടി പറയും. കേസിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തിന് സിമിലർ ആണ്? റിവേഴ്സ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈനിൻ്റെ കേസിങ്ങിന് സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ടർബൈൻ പമ്പ് എന്ന് കൂടി പറയും. അതുപോലെ ഡിഫ്യൂസർ കേസിംഗ് പമ്പിൻ്റെ നെക്സ്റ്റ് പേരാണെന്ത്? ഡിഫ്യൂസർ കേസിംഗ് പമ്പ്. ഈ പമ്പ് വളരെ ഹൈ ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് പമ്പാണെന്ത്? ഡിഫ്യൂസർ കേസിംഗ് പമ്പ്. വളരെ ഹൈ ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് പമ്പാണെന്ത്? ഡിഫ്യൂസർ കേസിംഗ് പമ്പ്സ്. അപ്പോൾ കേസിങ്ങിൽ ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്: വൊല്യൂട്ട് കേസിംഗ്, വോർട്ടക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിംഗ്, ഡിഫ്യൂസർ കേസിംഗ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമ്പല്ലേഴ്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഇമ്പല്ലർ എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേറ്റിംഗ് പാർട്ടാണ്. പമ്പിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് ഇമ്പല്ലർ. ഈ ഒരു സീരീസ് ഓഫ് ബാക്ക്വേർഡ് കേർവ്ഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റൊട്ടേറ്റിംഗ് പാർട്ടാണ് ഇമ്പല്ലർ. ഒരു സീരീസ് ഓഫ് ബാക്ക്വേർഡ് കേർവ്ഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റൊട്ടേറ്റിംഗ് പാർട്ടാണ് എന്ത്? ഇമ്പല്ലർ. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഈ ഇമ്പല്ലർ സാധാരണ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ നോൺ ഫെറസ് മെറ്റൽസ് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ നോൺ ഫെറസ് മെറ്റൽസ് ആണ് ഇമ്പല്ലറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ഇമ്പല്ലർ മൗണ്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റാണ് പ്രൈം മൂവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. പമ്പിൻ്റെ പ്രൈം മൂവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇമ്പല്ലർ മൗണ്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റാണ്. ഇമ്പല്ലറിനെ മെയിനായിട്ട് നമുക്ക് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്ലോസ്ഡ് അല്ലെങ്കിൽ ഷ്രൗഡഡ് ഇമ്പല്ലർ, സെമി ക്ലോസ്ഡ് ഇമ്പല്ലർ, ഓപ്പൺ ഇമ്പല്ലർ. ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ക്ലോസ്ഡ് ഇമ്പല്ലർ എന്ന് പറയുമ്പോൾ
ഇമ്പല്ലറിൻ്റെ വെയിൻസിൻ്റെ രണ്ട് സൈഡിലും എന്തായിരിക്കും ഷ്രൗഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് സൈഡിലും കവർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഇമ്പല്ലസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ വെയിൻ എന്തായിരിക്കും രണ്ട് സൈഡിലും കവേർഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കവേർഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ലിക്വിഡിന് ബെറ്റർ ഗൈഡൻസും പമ്പിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും കൂടുതലുമായിരിക്കും. പമ്പ് മോർ എഫിഷ്യൻ്റ് ആയിരിക്കും, ലിക്വിഡ് ബെറ്റർ ഗൈഡൻസും ഉണ്ടാകും. ഇത് ലോ വിസ്കസ് ലിക്വിഡ് അതുപോലെ ഡെബ്രിസ് ഫ്രീ ലിക്വിഡ്സ് ഒക്കെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ക്ലോസ്ഡ് ഇമ്പല്ലർ ഉപയോഗിക്കുന്നത്. അതായത് വാട്ടർ, ഓയിൽസ്, കെമിക്കൽസ് ഒക്കെ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്ലോസ്ഡ് ടൈപ്പ് ഇമ്പല്ലർ. അപ്പോൾ ക്ലോസ്ഡ് ടൈപ്പ് ഇമ്പല്ലറിൻ്റെ വെയിൻസിൻ്റെ രണ്ട് സൈഡും എന്തായിരിക്കും ഷ്രൗഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് സൈഡിലും കവർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഇമ്പല്ലറാണ് സെമി ക്ലോസ്ഡ് ഇമ്പല്ലർ. സെമി ക്ലോസ്ഡ് ഇമ്പല്ലറിൻ്റെ കേസിൽ ഒരു സൈഡിൽ മാത്രമായിരിക്കും ഷ്രൗഡഡ്, അല്ലെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു സൈഡിൽ മാത്രമായിരിക്കും കവർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് എന്തായിരിക്കും വെയിൻസ് ഓപ്പൺ ആയിരിക്കും. അങ്ങനെയുള്ള ടൈപ്പ് ഇമ്പല്ലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി ക്ലോസ്ഡ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഇങ്ങനെ സെമി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് സ്മോൾ ഡെബ്രിസ് ഒക്കെയുള്ള ഫ്ലൂയിഡ്സ് പമ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലിക്വിഡ്സ് പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, സെമി ക്ലോസ്ഡ് ടൈപ്പ് ഇമ്പല്ലർ. അതായത് സീവേജ് വാട്ടർ, പൾപ്പ്, പേപ്പർ പൾപ്പ്, അതുപോലെ ഷുഗർ സൊല്യൂഷൻസ് ഒക്കെ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, സെമി ക്ലോസ്ഡ് ഇമ്പല്ലർ. അതായത് സ്മോൾ ഡെബ്രിസ് ഒക്കെയുള്ള ഫ്ലൂയിഡ്സ് ഇതിനെ പമ്പ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഉള്ളതാണ് ഓപ്പൺ ടൈപ്പ് ഇമ്പല്ലർ. ഓപ്പൺ ടൈപ്പ് ഇമ്പല്ലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വെയിന് ഒരു സെൻട്രൽ ഹബ്ബിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. പക്ഷേ കവർ പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഷ്രൗഡ് പ്ലേറ്റുകൾ ഉണ്ടാവില്ല, രണ്ട് സൈഡിലും ഒന്നും ഉണ്ടാവില്ല, ഷ്രൗഡ് പ്ലേറ്റ് ഉണ്ടാവില്ല. വെയിൻ എന്തായിരിക്കും സെൻട്രൽ ഹബ്ബിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓപ്പൺ ടൈപ്പ് വെയിൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ഇമ്പല്ലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ ഇമ്പല്ലർ എന്ന് പറയുന്നത്. അതായത് ലാർജ് സൈസ് ഡെബ്രിസ് ഒക്കെയുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് പമ്പ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഇമ്പല്ലറാണ് എന്ത്, ഓപ്പൺ ടൈപ്പ് ഇമ്പല്ലർ. സാൻഡ്, ക്ലേ, പെബിൾസ് ഒക്കെയുള്ള ലിക്വിഡ്സ് പമ്പ് ചെയ്യുന്ന ഇമ്പല്ലറാണ് എന്ത്, ഓപ്പൺ ടൈപ്പ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഫോർജ്ഡ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇമ്പല്ലർ ഫോർജ്ഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്പൺ ടൈപ്പ് ഇമ്പല്ലറിൻ്റെത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പല്ലർ ടൈപ്പ്: ക്ലോസ്ഡ് അല്ലെങ്കിൽ ഷ്രൗഡഡ് ഇമ്പല്ലർ, അതുപോലെ സെമി ക്ലോസ്ഡ് ഇമ്പല്ലർ, ഓപ്പൺ ടൈപ്പ് ഇമ്പല്ലർ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്. മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം ഇമ്പല്ലേഴ്സ് സീരീസ് അല്ലെങ്കിൽ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പമ്പിനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ ഹൈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഹൈ ഹെഡ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഹൈ ഹെഡ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് യൂസ് ചെയ്യുന്നത്. മൾട്ടി സ്റ്റേജ് പമ്പ്സിന് രണ്ട് തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്: പമ്പ് വർക്കിംഗ് ഇൻ സീരീസും പമ്പ് വർക്കിംഗ് ഇൻ പാരലലും. പമ്പ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുന്നത് ഹൈ ഹെഡ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ്. ഹൈ ഹെഡ് വേണ്ട കണ്ടീഷൻസിലാണ് നമ്മൾ പമ്പ് സീരീസിൽ കണക്ട് ചെയ്യുന്നത്. അതായത് മൾട്ടി സ്റ്റേജ് പമ്പിൻ സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ടോ അതിലധികമോ ഇമ്പല്ലേഴ്സ് ഒരു സിംഗിൾ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാകും. ഈ ഇമ്പല്ലേഴ്സ് എല്ലാം സീരീസിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സക്ഷൻ പൈപ്പിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് ഫസ്റ്റ് സ്റ്റേജ് ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജ് ഇമ്പല്ലറിൻ്റെ ഇൻലെറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റ് തേർഡ് സ്റ്റേജ് ഇമ്പല്ലറിൻ്റെ ഇൻലെറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അങ്ങനെ സീരീസ് ആയിട്ട് ഫ്ലൂയിഡ് മൂവ് ചെയ്ത് ഫൈനലി ഡെലിവറി പൈപ്പിലേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പമ്പ് വർക്കിംഗ് ഇൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പമ്പ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഹെഡ് എന്ത് ചെയ്യും, ഹെഡ് ഗെയിൻ ചെയ്ത് ഫൈനലി നമ്മുടെ റിക്വയർഡ് ടോട്ടൽ ഹെഡിലേക്ക് എത്തും. അതായത് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജ് ഹെഡിൻ്റെയും സം ആയിരിക്കും. അതായത് എച്ച് ആണ് നമ്മുടെ ഹെഡ് എങ്കിൽ നമ്മൾ എൻ ഇമ്പല്ലേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ ഇൻറ്റു എച്ച് മീറ്റേഴ്സ് ആയിരിക്കും. ഒരു പമ്പിൻ്റെ ഹെഡ് എച്ച് ആണെങ്കിൽ എൻ ഇമ്പല്ലേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ ഇൻറ്റു എച്ച് ആയിരിക്കും. അതായത് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഹെഡ്സ് ആയിരിക്കും ടോട്ടൽ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പമ്പ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഹൈ ഹെഡ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ സീരീസ് മൾട്ടി സ്റ്റേജ് പമ്പ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പമ്പ് വർക്കിംഗ് ഇൻ പാരലൽ കണക്ഷനിൽ എല്ലാ പമ്പിൻ്റെയും ഡിസ്ചാർജ് ഒരു കോമൺ ഡെലിവറി പൈപ്പിലേക്ക് കണക്റ്റഡ് ആയിരിക്കും.
എല്ലാ പൈപ്പിൻ്റെയും ഡിസ്ചാർജ് കോമൺ ഡെലിവറി പൈപ്പിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിസ്ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽ പമ്പിൻ്റെയും ഡിസ്ചാർജിൻ്റെ സം ആയിരിക്കും ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പമ്പ് പാരലലി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഹൈ ഡിസ്ചാർജ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ്. അപ്പോൾ ഇവിടെ ഹെഡ് എന്തായിരിക്കും? ഹെഡ് ഒരു സിംഗിൾ പമ്പിൻ്റെ ഹെഡിന് സെയിം ആയിരിക്കും, പക്ഷേ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്ചാർജിൻ്റെ സം ആയിരിക്കും. അപ്പോൾ പമ്പ് പാരലലിൽ കണക്ട് ചെയ്യുന്ന മൾട്ടി സ്റ്റേജ് പമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ ഡിസ്ചാർജ് കണ്ടീഷൻസിലാണ്. സീരീസിൽ മൾട്ടി സ്റ്റേജ് പമ്പ് കണക്ട് ചെയ്യുന്നത് ഹൈ ഹെഡ് ഡെവലപ്പ് ചെയ്യേണ്ട കണ്ടീഷൻസിലാണ്. നമ്മൾ കോമൺലി മൾട്ടി സ്റ്റേജ് പമ്പ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് സീരീസിലുള്ള കണക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സീരീസിലുള്ള പമ്പ് അറേഞ്ച്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്? മൾട്ടി സ്റ്റേജ് പമ്പ് എന്നുള്ള കോമൺ ടേം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പമ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു 100K സ്പെഷ്യൽ ഓഫർ. മുൻ വർഷങ്ങളിലെ തിളക്കമാർന്ന വിജയം ഉൾപ്പെടെ ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC നടത്തുന്ന ഈ കോഴ്സുകൾ നയിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീമാണ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ടോടെ വെറും 3600 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.